ചെയ്യാനാവില്ല. ഒരു ആനയുണ്ട് ഇവിടെ പഴച്ചാണ്. ആനയുണ്ടോ? ആനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും. ആ, ഇത്രയും നേരം ഒരു പേടി ഉണ്ടായില്ല. ഇപ്പൊ ചെറിയൊരു പേടി ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പോയോ? അമ്പലത്തിനടുത്ത് ഇറങ്ങാൻ പറ്റും. റൈറ്റോ ഇവിടെ റൈറ്റില്ല കേട്ടോ. തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? സുന്ദരി 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 പെണ്ണ് തണുക്കുന്നുണ്ടോ? ഉണ്ടോ? പേരടിക്ക്. ആ ആ ഇതെങ്ങോട്ടോ വന്നിട്ട് ആ റോഡായിരിക്കും. തെളിഞ്ഞോ? ഇവിടെ ചോദിക്കാൻ പോലും അറിയില്ലല്ലോ. വഴി മാറിപ്പോയോ? ഞങ്ങൾക്ക് നെറ്റ് കിട്ടണല്ലോ. റേഞ്ച് ഇല്ല അല്ലേ? അത് കഴിക്കല്ലോ. ഞങ്ങൾ മഴ പറഞ്ഞു കേട്ടോ. നീ വാഹനം ബാക്കിലോട്ടോ. പിന്നെ കുറച്ച് സമയം ബാക്കിൽ ഇരിക്കട്ടോ. അമ്മേൻ്റെ കൂടെ ഇരിക്കേ. റൂട്ട് എന്താ മറ്റേ ഇത് നല്ല ചോദിച്ചു പോകുന്നായിരുന്നു അല്ലേ? ഗൂഗിൾ മാപ്പ് വിശ്വസിച്ച പ്രശ്നം. അത് മറ്റേ ക്യാരി ബാഗ് വെച്ചിട്ട് വിട്ടൊക്കെ അടങ്ങിയിട്ട് ചിരിന്നൊക്കെ കണ്ടു കണ്ടിക്കോ കയറിക്കോ. അയ്യോ അങ്ങനെ എത്തി. ആ വഴി പോയിട്ടില്ലെങ്കിൽ വേറെ എവിടെയൊക്കെ എത്തട്ടായിരുന്നു. അവിടെ വാട്ടർഫോൾ ഉണ്ട് അങ്ങോട്ടോ. മേലെ അത് നേരത്തെ നമ്മള് വാട്ടർഫോൾ നിന്റെ ഫോണിൽ നോക്കിയല്ലേ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. വഴുക്കാൻ ചാൻസ് ഇല്ലല്ലോ. ആ അതായിരിക്കും. ഇവിടെ ഇപ്പൊ നല്ല വൈബാട്ടാ. സിസ്റ്റർമാരൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പറയാ, ഫുൾ മരൊക്കെ ആയോണ്ട് തണുപ്പ് നല്ല ഇറങ്ങില്ലല്ലേ. ഓക്കെ, ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. രസമായിരിക്കൂലേ? ഇപ്പൊ ഉച്ച 2:30 ആയിട്ടും അല്ലേ? ഇവിടെ നല്ല തണുപ്പും എന്താ പറയാ, കോടയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് തണുപ്പൊക്കെ ആയിട്ട്. ആ ചെറിയ പൊടി മഴ അല്ലേ? കാട്ടിനുള്ളിൽ കൂടെ പോകുന്നോണ്ട് അങ്ങനെ നനയുന്നുണ്ട് ചോദിച്ചാൽ നനയുന്നൊന്നുമില്ല. അതാണ് തണുപ്പുണ്ട്. അത് താഴത്തോട്ട് കൂടിയാണോ പോകേണ്ടത് അറിയില്ലേ. ഇവിടെ ഇറങ്ങണമെങ്കിൽ പിന്നെ താഴെ പോകേണ്ടി വരും. അറിയാം.
ഭക്തിയുടെ പകുതി ശുചിത്വമാണ്. യെസ്, റൈറ്റ്. അത് പൂർണ്ണ ആരോഗ്യമാണ് മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും. വൃത്തിയുടെ മനസ്സിനെ ഭൂമിയുടെ വൃത്തി സംരക്ഷിക്കാനാണ്. ഓ, ഇവിടെ അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. കേട്ടില്ല നടക്കാൻ വേറെ വൈബാ കേട്ടോ. പാലക്കാട് നല്ല രസമുണ്ടല്ലോ ആമി. ആ സൗണ്ട് പൊടിയല്ലേ. എടീ മീനുണ്ടോ എഴുതി ഇതൊക്കെ? അച്ചാച്ചി ഇങ്ങോട്ട് പോകാൻ പറ്റോ? നമ്മള് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതെയാ? ആ ഇല്ല ഇല്ല, കാണാൻ വേണ്ട ജസ്റ്റ്. അക്കരക്ക് പോകണ്ടെന്ന് പറയുന്ന ഇവരാരും ഒന്നും പറയാത്ത തെളിച്ചു. അവിടെ കാട്ടുമൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മൃഗങ്ങളല്ലേ? അത് മാത്രമല്ല പാമ്പും ഉണ്ട്. മുഴുവൻ കല്ലും മുള്ളുവാ. അവിടെ കാണാനൊന്നും ഇല്ല ഇപ്പോൾ. അവിടെ ഒരു വിഗ്രഹമുണ്ട്. അത് ഉത്സവത്തിന് മാത്രമേ പുറത്തു വരൂ. അത് കഴിഞ്ഞാൽ ആ വിഗ്രഹം മറഞ്ഞു. പിന്നെ അതിലേ പോയി നടക്കാവുന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ പോകും? ഞാൻ മാത്രമല്ല പല മൃഗങ്ങളും ഇറങ്ങി വന്നെങ്കിൽ നമുക്കൊന്നും പറയാനും ചെയ്യാനും ആവില്ല. ഒരു ആനയുണ്ട് ഇവിടെ പഴച്ചാണ്. ആനയുണ്ടോ? ആനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും. ഉണ്ടങ്ങും അത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇന്നത്തെ വെറും മോശമാണ്. അവിടെ പുലിയും മറ്റേ എല്ലാ ജീവികളും അവിടെ ഉണ്ട്. ഒരു ഒരു മൃഗങ്ങളുടെ സങ്കേതമാണ്. പക്ഷെ ഈ ഉത്സവം വരുന്ന സമയത്ത് ഇവിടെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ആള് അക്കരയ്ക്ക് പോവുക. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. അതിലെല്ലാം പോയി കാണാം. കണ്ടങ്ങനെ ചുറ്റിത്തിരിഞ്ഞു പോവാ. ഓക്കെ, അപ്പുറം പോകുന്നില്ല. ഇവിടം വരെ പോകുന്നുള്ളൂ. അല്ല, അതിലെ അങ്ങനെ ചുറ്റിക്കറങ്ങാം. അവിടെ നിന്നാ കാണാം. അക്കരെ കാണാൻ പറ്റുമോ? അവിടെ ഒരു പാലമുണ്ട്. പക്ഷെ പാലം അക്കരെ കയറാൻ നോക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, പാലെല്ലാം ബൂട്ടൊക്കെ അവർ പൊളിച്ചതിൻ്റെ ഗേറ്റെല്ലാം മാറ്റിയിട്ടിരിക്കുക. പിന്നെ ആൾക്കാർ ചിലരൊക്കെ കയറി പോവും. പക്ഷെ എന്തെങ്കിലും പറ്റിക്ക് പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ദിവസക്കാർ അതിനു വേണ്ടിയാ പോകരുതെന്ന് പറയുന്നതല്ല. അവിടെ ഒന്നും കാണാനില്ല. ഒരു അമ്പലത്തെ പൂജ കഴിഞ്ഞ അവിടുത്തെ ഉത്സവം കഴിയുമ്പോൾ അവർ ആ വിഗ്രഹം, ഞാൻ മുന്നേ വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അതെ, ആ വിഗ്രഹം അവർ മൂടുകയാണ്. ആ മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലെല്ലാം നടന്നാൽ ഒന്നും കാണുകയില്ല. പിന്നെ ഇവരുടെ പഴയ വിളക്കോ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ആര് കൊണ്ടുപോകാൻ, എന്തിനു കൊണ്ടുപോകാൻ? അതുകൊണ്ട് അതൊന്നും കാണാൻ പോകണ്ട. പിന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ കണ്ടോളൂ. അല്ലാതെ നമ്മളിങ്ങനെ പോയിട്ട് കണ്ടിട്ട് ഇത് കണ്ടിട്ടും കാര്യം. ശരി, നമ്മൾ നടന്നിട്ടല്ലേ അതിലെങ്ങനെ പോയാൽ മതി. അതിലെ പോയാൽ അവിടെ ഉണ്ട് 2 പാലം. അത് താഴത്തെ പാലം കയറി അക്കരെ കയറി അങ്ങോട്ട് ആദിവാസി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിലൊന്നും പോകണ്ട. അവിടെ ഈ കാട്ടുമൃഗങ്ങളുണ്ട്. അങ്ങോട്ടും പോകണ്ട. പിന്നെ ഇക്കരെ നിന്നിട്ട് അപ്പോൾ സൈഡിൽ കൂടെ പോവുക. അത് മാത്രമല്ല, ഈ ഒറ്റയ്ക്കൊന്നും അതിൽ പോകാൻ പാടില്ല. ശരി. ഇത്രയും നേരം ഒരു പേടി ഉണ്ടായിട്ട. ഇപ്പൊ ചെറിയൊരു പേടി ഉണ്ടോ വെച്ചാൽ ഉണ്ട്. വേറൊന്നല്ല, ഭാവിയിലുണ്ടോ. എന്തായാലും കുറച്ച് അവിടുത്തെ വരെ പോയി നോക്കാതെ. അപ്പുറം പോണ്ട. പക്ഷെ നല്ല രസമാടാ സ്ഥലം. വേണ്ട, എന്തിനാ റിസ്ക് എടുക്കുന്നേ? ആ അപ്പം പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് അതുകൊണ്ട് ഇവിടുന്ന് കണ്ടിട്ട് തിരിച്ചു പോവാ. ചിലപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ പുലി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലേ? ഇറങ്ങിക്കോ, അത്ര ആളുള്ളൂ. ഇവിടെ എല്ലാരും ഇറങ്ങുന്നതാ. അമ്പലത്തിലേക്ക് ഈ പാലം കടന്നിട്ട് അപ്പുറത്തോട്ടാണ് കേട്ടോ കൊണ്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, അത് ക്ലോസ് ആണ്. അപ്പോൾ ഉത്സവത്തിന് മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. ഗേറ്റ്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഈ പാലത്തിന്. അപ്പോൾ ഉത്സവത്തിന് മാത്രമേ ഓപ്പൺ ചെയ്യൂ. അപ്പോൾ അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അമ്മി സ്ലിപ്പാവല്ലേ, നോക്കി അറിയാം കേട്ടാ. വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ട് എണീച്ചിട്ടാ. ഹായ് ഹായ് പറഞ്ഞേ.
ഹായ് ഹായ് ഹായ്. കള്ളച്ചിരി കള്ളച്ചിരി അക്സനെ നോക്കണ മീ വീണക്കല്ലേ സ്ലിപ്പാവില്ലട്ടോ. അച്ഛൻ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ നിനക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട് നിനക്ക് മനസ്സിലായി. ആനയല്ല ഒന്ന് പോയായിരുന്നു. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് പേടിയുണ്ടെ പറഞ്ഞാൽ മതി, പോണെങ്കിൽ പോവാ. ഇവള് പേടിച്ചു കേട്ടാ. അച്ചാച്ചൻ പറയാനായിട്ട് ഇവള് നല്ല പേടിച്ചു. പിന്നെ പോവാ പേടിച്ചിട്ടല്ലോ ഉറപ്പല്ലേ? പേടിയില്ല. നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ? എന്നാ എവിടേക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടാ. ഇവിടുന്നോ ഇവിടുന്ന് എടുത്തരാം. നല്ല എടുത്തുണ്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? അമ്പലത്തിൽ കയറാൻ ഇപ്പം പറ്റില്ല. എന്തായാലും ഇപ്പൊ എന്താ നടക്കൂല. ഉത്സവം എപ്പോഴാണോ? ഈ അടുത്തല്ലേ കഴിഞ്ഞ? ഈ അടുത്താവും കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വരാം, ഉത്സവത്തിന് വരാം എന്തായാലും. അപ്പൊ കയറാം. നീ ഊഞ്ഞാലാടാൻ തുടങ്ങിയോ? പോ മതി വാ. നടന്നു പോണ്ട പോ. ഇത് നല്ല രസമുണ്ടല്ലേ? അത് കുറച്ചുള്ളൂ. കുതിരേന്റെ മുകളിലെ കുതിര മുകളില അയ്യോ 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 എന്നെ കടിക്കുന്നേ എന്നെ കടിക്കുന്നേ. ഏയ് ആരത് ആരത് ആരത്? ഉണ്ടാപ്പി ഉണ്ടാപ്പി ഇങ്ങോട്ടേക്ക് എടുത്തു എടുത്തു. ഭയങ്കര ദിവസമാണല്ലോ. Chal